കാലവർഷം വീണ്ടും സജീവമാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന കേരളത്തിലേക്ക് പുറപ്പെട്ടു. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലേക്കാണ് NDRF സംഘങ്ങളെ ആവശ്യപ്പെട്ടത്. In light of the southwest monsoon season, heavy rains and winds are expected in Kerala. Pertaining to this, Government of Kerala has requested 9 NDRF teams as pre-deployment in various districts of Kerala. The names of the districts are Idukki, Patanathitha, Alappuzha, Ernakulam, Malappuram, Kollam, Kozhikode, Thrissur and Wayanad. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശക്തമാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തെങ്കിലുമൊക്കെ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു മുന്നൊരുക്കത്തിലേക്ക് സർക്കാർ പോയി അത്തരത്തിലൊരു അഭ്യർത്ഥന കേന്ദ്രത്തിന് നൽകുന്നു. ഇപ്പോൾ NDRF സംഘം എത്താൻ ഒരുങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കൃഷ്ണ, തീർച്ചയായും സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്ന പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മുൻകൂട്ടിയുള്ള പ്രവചനം അനുസരിച്ചും അങ്ങനെ തന്നെ നൽകുന്നു. അടുത്ത ഒരാഴ്ച കാലത്തേക്ക് ഉള്ള പ്രവചനം ഇപ്പോൾ വന്നിട്ടുണ്ട്. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ മൺസൂണിന്റെ പശ്ചാത്തലത്തിൽ കനത്ത മഴയും ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാലാണ് സംസ്ഥാന സർക്കാർ 9 NDRF സംഘങ്ങളെ, അതായത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 സംഘങ്ങളെ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം അവർ മുഖവിലേക്ക് എടുക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ചെന്നൈ ആരക്കോണത്ത് നിന്ന് 9 NDRF സംഘങ്ങൾ കേരളത്തിലേക്ക് പുറപ്പെട്ടതായി NDRF തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശൂർ, വയനാട് ജില്ലകളിലേക്കാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഈ സംഘങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആരക്കോണത്തെ കൺട്രോൾ റൂമിൽ നിന്നും ഈ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ സന്നാഹം അത് കേരളത്തിലേക്ക് എത്തും. കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി അവർ കണക്റ്റിലിരിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും മുന്നൊരുക്കമായാണ്, ഈ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ 9 NDRF സംഘങ്ങളെ ആവശ്യപ്പെട്ടതും അവർ വിട്ടു നൽകിയതും. ശരി, മൺസൂൺ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മുന്നൊരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. അതിന്റെ ഭാഗമായി NDRF സംഘങ്ങളെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്നും.